നമ്മൾ ഈ കാണുന്നതാണ് കാപ്പിക്കോ ഐലൻഡ് റിസോർട്ട്. ഏകദേശം 200 കോടിയിലധികം രൂപ ചെലവഴിച്ച് 20 ഏക്കറിൽ പണിതുയർത്തിയിരിക്കുന്ന ഒരു റിസോർട്ടാണിത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു റിസോർട്ടുകളിൽ ഒന്നായി തീരേണ്ടുന്ന ഒരു റിസോർട്ടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പൂത്തോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എറണാകുളത്തിനടുത്തുള്ള പൂത്തോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തീരദേശ ലംഘനം കണക്കിലെടുത്തുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഇത് എപ്പോൾ വേണമെങ്കിലും പൊളിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. പൂത്തോട്ടയിലുള്ള കോക്കനട്ട് മെഡോസിൽ വന്നാൽ നിങ്ങൾക്ക് ഈ റിസോർട്ട് കാണാൻ സാധിക്കും. ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ പേരാണ് കാപ്പിക്കോ ഐലൻഡ്. ഈയിടെ സുപ്രീം കോടതിയുടെ വിധിയോടായി തീരദേശ നിയമം ലംഘിക്കപ്പെട്ടതിനാൽ ഇത് പൊളിക്കാനായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി ഓർമ്മിക്കുകയാണ്. ഏകദേശം 46ഓളം പൂൾ വില്ലകളാണ്, ഇൻഡിവിജ്വൽ പൂൾ വില്ലകളാണ് ഇവിടെ പണി ഏകദേശം 95% പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ 46 വില്ലകൾ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത് വളരെ ഭംഗിയായി 95% പണി പൂർത്തീകരിച്ചപ്പോഴാണ് ഇത് കോടതി ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നിരിക്കുകയാണ്. ഇനി ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയം തന്നെയാണ്. ഒരുപക്ഷെ മരട് ഫ്ലാറ്റ് പൊളിച്ചതിൻ്റെ ആ ഒരു ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മിക്കവാറും പൊളിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. കാരണം ഏറ്റവും രണ്ടാമതും ഒരു റിവ്യൂ ഹർജി കൊടുത്തിട്ടും അതും തള്ളുകയുണ്ടായി. അതുകൊണ്ട് പൊളിക്കാനുള്ള സാധ്യത തന്നെയാണ്. ഇത് നമുക്ക് കിട്ടുന്ന ഒരു അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ഇത് ഉണ്ടാകുമോ എന്നറിയില്ല. എങ്കിലും ഈ ഒരു കാഴ്ച പകർത്താനായാലും ഞങ്ങൾക്ക് അത്യന്തമായ ചാരിതാർത്ഥ്യമുണ്ട്. എല്ലാവരും മനോഹരമായ ഒരു റിസോർട്ടാണ്. ശരിക്കും കോടികൾ ചിലവഴിച്ച് പണിതാൽ റിസോർട്ട് പൊളിക്കാന്ന് പറഞ്ഞാൽ എല്ലാ കോടതി ഉത്തരവ് നമുക്കനുസരിച്ച് സാധിക്കത്തുള്ളൂ. നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ കോടതി നിയമം എന്ത് പറയുന്നു അത് പാലിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. പക്ഷേ ഇതുപോലത്തെ ഒരു റിസോർട്ട് ഏഷ്യയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം കായലിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്ത് മറ്റ് കരഭൂമിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു റിസോർട്ട് വേറെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്ത റിസോർട്ടുകളാണ് മിക്കവാറും എവിടെ ഉള്ളത്.
ഇത് കായലിൻ്റെ നടുക്കാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഈ ഒരു ഐലൻഡിൽ, അതായത് കായലിൻ്റെ അടുത്ത് കുറച്ച് ഏകദേശം ഒരു 20 ഏക്കറോളം ഭൂമിയിലാണ് 20 ഏക്കർ ഭൂമിയിലാണ് ഇത് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും എന്താ പറയുക വളരെ റയറായിട്ടുള്ള ഒരു സംഭവമാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിപ്പോൾ ഈ ഐലൻഡിനെയാണ്, ഈ ഒരു റിസോർട്ടിനെ വലം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബോട്ട് യാത്ര പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ ഇത്രയുമൊക്കെ റിസോർട്ടിൽ ഈ കോക്കനട്ട് മെഡോസ് വരുമ്പോഴെങ്കിൽ ഈ ഒരു ബോട്ട് യാത്രയിൽ ഈ റിസോർട്ട് കാണാൻ സാധിക്കും. ഞങ്ങൾ കാണുന്ന പ്രശ്നങ്ങൾ പറയുന്നത് എത്രയും വേഗം ഈ റിസോർട്ട് വരിക, ഈ ഇത് എന്താ ക്യാപിക്കോ ഐലൻഡ് പൊളിക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് കാണുക. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഇത് ഒരുപാട് വർഷങ്ങൾ എടുത്ത് കാണുമല്ലോ. ഇത് ഏകദേശം ഒരു 8 മുതൽ 10 വർഷത്തോളമായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാനായിട്ട് ഇനി ഏതാനും പണികളേ ഉള്ളൂ. ഈ ഒരു സ്റ്റേജിലെത്തിയിട്ട് ഇപ്പോൾ 2 വർഷത്തോളം ആയി ഇരിക്കുകയാണ്. 8 മുതൽ 10 വർഷം വരെയാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പണി പൂർത്തീകരിക്കാൻ എടുത്തത്. നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എത്ര ഏക്കറാണ് സാറേ? ഇത് ഏകദേശം 20 ഏക്കറോളം ഭൂമിയുണ്ട്. 20 ഏക്കറോളം ഭൂമിയിൽ ഏകദേശം 46ഓളം പൂൾ വില്ലകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പൂൾ വില്ലകളാണ്. ഓരോ വില്ലയുടെയും മുമ്പിൽ പൂളുണ്ട്. ഇൻഡിവിജ്വൽ പൂൾ വില്ലകൾ. എല്ലാ വില്ലയുടെ മുമ്പിൽ പൂളുണ്ട്. ആ പൂളിൻ്റെ ഇപ്പുറത്ത് കായലുമാണ്. അപ്പോൾ ആ പൂള് കടന്നുകൊണ്ട് കായലിൻ്റെ ഭംഗിയും കാറ്റും ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സംഭവമാണ് ഇത് പണിതിരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, അതിപ്പം കുളിക്കാൻ ഉത്തരവായിരിക്കുകയാണ്. നിയമമാണ് എല്ലാത്തിനും വലുത്. നിയമത്തെ അനുസരിക്കുകയാണ് നല്ലൊരു പൗരൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മനോഹാരിത. അത് നമ്മൾ ഏരിയൽ വ്യൂ കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചുറ്റോട് ചുറ്റും ഇതിനെ കറങ്ങി നടന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭംഗി കാണണമെങ്കിൽ ഇത് കുറേ നാളുകളായി ഒരു മെയിൻ്റനൻസും ഇല്ല. എല്ലാം ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി നാശമായി കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇതെല്ലാം വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ മനോഹാരിത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതേമാതിരി മനോഹരമായ ഡിസൈനുകളാണ് നമുക്ക് ഈ കാണുന്നത്. ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും എന്താ പറയുക ഏറ്റവും ഉദാത്തമായ ഒരു സംഭവമാണ് ഈ കാപ്പിക്കോ ഐലൻഡ്. ഇതിൻ്റെ പല മെറ്റീരിയലുകളും ഇമ്പോർട്ടഡ് ആണ്. ഇതിൻ്റെ ഈ പൂൾ വില്ലകളിൽ ഉപയോഗിക്കുന്ന കല്ലുകൾ, അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പല മെറ്റീരിയലുകളും ഇമ്പോർട്ടഡ് മെറ്റീരിയലുകളാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു സംഭവമാണിത്. അതുപോലെ തന്നെ ഇവിടെ ഹെലിപ്പാഡുണ്ട്. ഹെലിപ്പാഡിൽ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വന്നിട്ട് ഡയറക്റ്റ് ഇവിടെ വന്ന് ഹെലിപ്പാഡ് ഹെലികോപ്റ്റർ വഴി വരാനുള്ള രീതിയിലൊക്കെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ശരിക്കും നിയമലംഘനമില്ലായിരുന്നെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല റിസോർട്ടിന് നമുക്ക് സാക്ഷിയാകാമായിരുന്നു. കേരളത്തിന് അതൊരു അഭിമാനകരമായ ഒരു റിസോർട്ടായി മാറിയേനെ.